Hello friends, welcome to the channel. Now, we will Amazon Pay 𝙭𝙎 card. Now, you will demand credit card on Amazon Pay 𝙭𝙎 credit card. This is a lifetime free credit card. That's the main reason that this demand. But this is actually a pre-approval card. If you are an Amazon user, you will Amazon website app banner. A banner can actually apply direct ICICI Bank website apply actually a pre-approval card a pre-recommended card. That is eligible card available. But just CIBIL score score actually income proof CIBIL score actually bank account details and PAN card details link actually fetch cheyavunnallu pinne avaru nalla civil score kanda pinne avaru normally adonnu nokkarilla adu vera karyam prathyekichu ningal vera credit card users vera loan edutittu correct aayittu adachittulla oralakkaanenge prathyekichu allengi ningalde peril oru unsecured loan undenge adayithu ningal oru car loan o allenge home loan o karalakke undenge pinne normally idonnu chodikkarilla ata. അപ്പോൾ അതിനോട് ഇഷ്ടം പോലെ നമുക്ക് എൻക്വയറി വരുന്നൊരു സംഭവമാണ് ഇത് എങ്ങനെ കിട്ടുക, പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് എങ്ങനെ കിട്ടുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 18 ഇയർ അബോവ് ആയുള്ളവർക്ക് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ പ്രൊഫൈലിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഷോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അതായത് നോ ഇൻകം പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് തരത്തിൽ ആക്ച്വലി ആമസോൺ പേ ഐസിഐസിഐ കാർഡ് കാണിക്കാറുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആമസോൺ പേ ഐസിഐസിഐ കാർഡിൻ്റെ ഒരു ബാനർ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നോ ഇൻകം പ്രൂഫ് ഇടുന്നൊരു ബാനറും വരും. അങ്ങനെ ഒരു ബാനർ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ സിവിൽ സ്കോർ കുറയും, എന്താ വെച്ചാൽ റിജക്റ്റ് ആവും. എന്താ വെച്ചാൽ ഒരു 70% ആൾക്കാർക്കും ഇത് ആക്ച്വലി ഇൻകം പ്രൂഫ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ആമസോൺ കാർഡ് വരാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും, നിങ്ങൾക്ക് നോ ഇൻകം പ്രൂഫ് ഇടുന്ന പറഞ്ഞിട്ട് അതിൽ ബാനർ വന്നാൽ മാത്രം എങ്ങനെ ഇൻകം പ്രൂഫ് കാര്യങ്ങളൊന്നും ചോദിക്കാണ്ടിരിക്കലോട്ട്. അപ്പോൾ എൻ്റെ ഒരു നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചാടിക്കയറി ക്രെഡിറ്റ് കാർഡുകൾ നിറച്ച് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ 18 ഏജ് എന്ന് പറഞ്ഞാൽ നോർമലി ആൾക്കാർക്ക് ആർക്കും സിബിൽ സ്കോറും കാര്യങ്ങളൊന്നും ജനറേറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ തുടങ്ങുമ്പോൾ തന്നെ റിജക്ഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു നല്ലൊരു കറക്റ്റും ഗുഡ് ഇംപ്രഷൻ ആവില്ല നിങ്ങൾ ക്രെഡിറ്റ് ഹിസ്റ്ററിക്ക്. അപ്പോൾ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളൊരു പേ ലേറ്റർ സർവീസോ അങ്ങനെ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും എടുത്തിട്ട്, അതായത് ഫ്ലിപ്കാർട്ട് പേ ലേറ്റോ അല്ലെങ്കിൽ ആമസോൺ പേ ലേറ്റോ തന്നെ ആയി എടുത്തിട്ട് ചെറുതായിട്ട് കറക്റ്റായിട്ട് അടച്ചു പോയിട്ട് ഒരു മിനിമം 6 മാസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി കുറേ പേര് ഇതിന് പറയും കുറേ ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ട്രിക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വെറുതെ എന്താ പറയുക ഗിമ്മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇതെല്ലാം ഓൺലൈൻ അല്ലെങ്കിൽ ഒരു അൽഗോരിതം ബേസ്ഡ് നടത്തുന്ന ക്രെഡിറ്റ് കാർഡ് അപ്ലിക്കേഷൻ അപ്രൂവലും സംഭവങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം അൽഗോരിതം ബേസ്ഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ കുറേയൊക്കെ മാനുവൽ അല്ല ചെയ്യുന്നത്, കുറേ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അവരെല്ലാം നമ്മുടെ ചെക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എല്ലാം കമ്പ്യൂട്ടറൈസ് അൽഗോരിതം ബേസ്ഡ് ആണ് ചെക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ പ്രോസസിംഗ് ചാർജിലാണ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മാനുവൽ ചെക്കിങ്, അതായത് അവരുടെ സ്റ്റാഫുകളൊക്കെ ചെക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഹോം വെരിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് നിങ്ങൾക്ക് സിബിൽ സ്കോർ ഉണ്ടോ നല്ലത്. 50 അബോവ് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നോർമലി നമ്മുടെ ആമസോൺ പേ ഐസിഐസിഐ കാർഡിൽ നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ കാണിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. എന്താ വെച്ചാൽ ആമസോൺ പേ ഐസിഐസിഐ കാർഡ് നോർമലി സിബിൽ സ്കോർ വെച്ചിട്ട് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്രെഡിറ്റ് ലിമിറ്റും കാര്യങ്ങളും തരാറുണ്ട് അവർ. അപ്പോൾ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാവുന്നത്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷനുള്ള ഞാനൊരു ടിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം തന്നെ. എന്താ വെച്ചാൽ നിങ്ങളൊരു ICICI കാർഡ് കസ്റ്റമർ ആണെങ്കിൽ, ICICI അക്കൗണ്ട് അല്ലെങ്കിൽ ICICI ബാങ്കിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൂടുതലായിരിക്കും. മിനിമം നിങ്ങൾക്കൊരു അവരുടെ സീറോ ബാലൻസ് അക്കൗണ്ട് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. മിനിമം ഒരു അവരുടെ ബേസിക് സേവിങ്സ് അക്കൗണ്ട് എടുത്തിട്ട് കറക്റ്റായിട്ട് ഒരു ബാലൻസ് സേവ് ചെയ്യുക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് എന്താ പറയുക അക്കൗണ്ട് ആക്റ്റീവാക്കി വെച്ച് കഴിഞ്ഞാൽ നോർമലി അവരുടെ ICICI പ്ലാറ്റിനം കാർഡ് ഒരു പ്രീ അപ്ലോഡ് കൊടുക്കാറുണ്ട്. ഒരു മിനിമം 6 മാസത്തിനുള്ളിൽ തന്നെ ICICI കാർഡ് പ്ലാറ്റിനം കാർഡ് കൂടി കൊടുക്കാറുണ്ട്. അതൊരു ആക്ച്വലി ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. ശരിക്കും ആക്ച്വലി ICICI പ്ലാറ്റിനം കാർഡും ആമസോൺ ICICI കാർഡും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അത് ചെറിയൊരു ഡിഫറൻസ്, അത് കാർഡ് കാണാൻ തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. അത് ചെറിയൊരു ഡിഫറൻസ്. മറ്റേത് ആമസോണിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഇത് അതിന് മാറ്റിയിട്ട് ഒരു നോർമൽ സംഭവത്തിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ICICI കാർഡ് ഉണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ഉപയോഗിച്ച് പോകണമെങ്കിൽ നിങ്ങൾക്ക് പ്രീ അപ്രൂവൽ ആയിട്ട് ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആമസോൺ ICICI കാർഡ് എടുക്കാവുന്നതല്ലോ. എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് ആമസോൺ ICICI കാർഡിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ ബേസിസ് വെച്ചിട്ട് നമുക്ക് ഷെയർ ലിമിറ്റ് ആയിട്ട് ഈ കാർഡ് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് മെത്തേഡ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് സിബിൽ സ്കോർ ജനറേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമസോൺ പേ ഐസിഐസിഐ, ആമസോൺ പേ ലേറ്ററോ അല്ലെങ്കിൽ ഒരു സെക്യൂർഡ് കാർഡ് എടുത്തിട്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 കാർഡ് ലൈറ്റ് FD കാർഡ് ഇട്ടിട്ട് 2000 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിട്ടുന്ന ഒരു FD കാർഡ് 1 കാർഡ്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ.
ഇട്ടിട്ട് നമുക്ക് ജനറേറ്റ് ആക്കാവുന്ന ഒരു സംഭവമുള്ള സിബിൽ സ്കോർ അതൊരു 750 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൺഫേം അല്ലാണ്ട് ഡയറക്റ്റ് വെറുതെ അപ്ലൈ ചെയ്യാൻ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിവിൽ സ്കോർ ഇല്ലാണ്ട് ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് തന്നെ ഞാൻ റിജക്ഷനിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഗുഡ് ഇംപ്രഷൻ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ രണ്ട് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് കൂടുതലായിരിക്കും കിട്ടാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ICC കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൺ കാർഡ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. രണ്ടും നമ്മുടെ റെഫറൽ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നോക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ മെയിൻ ചാനൽ ഗുഡ് ഹാപ്പൻസ് ഹിയർ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.